എടാ മോനെ, എന്റെ മോളെ നീ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയാം. ഞാൻ മരിച്ചുപോയ അമ്മ എന്റെ പിൻഗാമിയായി നീ വരണം. കുറച്ചു നേരം ആരും അദ്ദേഹത്തെ ശല്യം ചെയ്യണ്ട. പിന്നെ ഇനി ഗിരിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കയറി കാണാം. അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായിരിക്കും. ശരി. അമ്മ എന്താ വയ്യാകെയൊന്നും അറിഞ്ഞില്ലേ? ഇനി തട്ടിപ്പോവോ? എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരി ചേട്ടാ, ചേട്ടാ പോയിട്ട് വന്നിട്ട് വിളിക്കും. ആ ശരി. വിശ്വ, നീ ഇതെവിടേക്കാ? ആ പത്മനാഭൻ വെട്ടിയിട്ടതുപോലെ വീണുന്ന്, ബോധമൊന്നുമില്ലാതെ കിടക്കുന്നു. ഇപ്പൊ ഇന്ദ്രൻ വിളിച്ച് പറഞ്ഞതാ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. എന്തിന്? അതിന്റെ ഒരു ആവശ്യമില്ല. അല്ല മുത്തശ്ശി, ഉള്ളിൽ ശത്രുത ഉണ്ടെങ്കിലും ഈ നേരത്ത് കൂടെ ഉണ്ടാവണ്ടേ? കൂടെ നിന്നെന്ന് ബോധ്യപ്പെടുത്തിയാലേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. ശത്രുവിന്റെ അടുത്ത് മിത്രത്തെ പോലെ കൂടെ നിന്ന് ശത്രുവിനെ കീഴ്പ്പെടുത്തണം. ഇത് ചാണക്യ തന്ത്രമാ. നമ്മൾ വിചാരിക്കുന്ന ആളല്ല പത്മനാഭനെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അയാളടുത്തേക്ക് ചെല്ലുമ്പോ തഞ്ചത്തിൽ വേണം, രണ്ടാമതൊന്ന് ആലോചിക്കണം. എന്തായാലും എന്താണെന്നറിയാലോ. എടാ, നമ്മൾ നമ്മുടെ വില കളഞ്ഞൊന്നും ചെയ്യരുത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നമ്മൾ നാണം കെട്ടത് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? ഞാൻ ഇന്ദ്രന് വാക്ക് കൊടുത്തിട്ടുണ്ട്, പത്മനാഭനെയും മകളെയും മരുമകനെയും നശിപ്പിക്കാമെന്ന്. നാണം കെട്ട് അവിടെ കയറി ചെന്ന് സന്ധി വെക്കാൻ പറ്റിയ സമയമല്ലിത്. പത്മനാഭനെ പോലുള്ളൊരു ചേറ്റയെ ഏതൊരവസ്ഥയിലാണെങ്കിലും അവിടെ ചെന്ന് കാണുന്നത് നമ്മളെ പോലുള്ള തറവാടികൾക്ക് ചേർന്ന കാര്യമല്ല. നീ ഇപ്പൊ അവിടെ കയറി ചെല്ലുന്നത് നമ്മൾ തോറ്റേന് തുല്യവാ. അങ്ങനെ വേണ്ട. പത്മനാഭനെന്ന് പറയുന്നവനെ കീഴ്പ്പെടുത്താനുള്ള തന്ത്രം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. മോനെ, അമ്മാവൻ എന്താ പറ്റിയത്? എടാ, ഇപ്പോ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല മോനെ. അമ്മാവന് മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് വയ്യാതായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തു പറ്റിയതാ? എന്താ അമ്മാവന്റെ മനസ്സ് വിഷമിക്കാൻ കാരണം? എന്താണെങ്കിലും എന്നോട് പറ. മോനെ, അമ്മാവൻ അതൊക്കെ വഴിയെ പറയാം. മോൻ വാ,
അമ്മാന്റെ അടുത്തോട്ടിരിക്കേ. വാ. ചില കാര്യങ്ങളെ എനിക്ക് മോനോട് സംസാരിക്കാനുണ്ട്. വാ ഇരിക്കേ. വാ വാ. എടാ മോനെ, എനിക്കിനി അധിക കാലമില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അയ്യോ അമ്മാവ, എടാ, അവസാനമായി നിന്നെ എനിക്കൊന്ന് കാണാൻ പറ്റുന്നു പോലും കരുതിയതല്ല. നിന്നെ എപ്പോഴും കാണണമെന്നുള്ളൊരു തോന്നല്. അതാ നകുലനെ കാണാതെ നിന്നെ കാണണം ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. എടാ മോനെ, എന്റെ മോളെ നീ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയാം. ഞാൻ മരിച്ചുപോയ അമ്മ. എന്റെ പിൻഗാമിയായി നീ വരണം. അമ്മാവ, ദേവി ഇതിങ്ങനൊന്നും പറയല്ലേ. എനിക്കൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ല. പറയണം പറയണം. ഇനി ചിലപ്പോ അമ്മാവന് പറയാൻ പറ്റിയില്ലെങ്കിലോ? അയ്യോ എടാ, ഞാൻ വിട്ടുപോയാലും കരുനീലിക്കാവ് ഗ്രാമം അനാഥമായി പോകരുത്. ഞാൻ ചെയ്തു വെച്ചതിൻ്റെയൊക്കെ ബാക്കി മോനെ നീ ചെയ്യണം. മക്കളെ, നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം പാവങ്ങളാ. എടാ, നിഷ്കളങ്കരാ. അവരെ നയിക്കാൻ എന്റെ മോനെയല്ല, മോനെ പോലെ ഞാൻ കണ്ട് സ്നേഹിക്കുന്ന എന്റെ മരുമോനെ ചുമതലപ്പെടുത്തുന്നത്. അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അമ്മാവനൊന്നും സംഭവിക്കില്ല. അസുഖമൊക്കെ വേഗം മാറും. കരിനീലിക്കാവിലമ്മ എപ്പോഴും അമ്മാവന്റെ ഒപ്പം ഉണ്ടാവും. എടാ മക്കളെ, അതാ അമ്മാവന്റെ ഏക ആശ്വാസം. മോനെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മോനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടാ മക്കളെ, അമ്മാവന് മാപ്പ് തരണം. അയ്യോ അമ്മ, മാപ്പോ?